ജയിച്ചാലും വയനാടിനെ ഉപേക്ഷിക്കില്ലെന്ന സൂചന നൽകി രാഹുൽ. വയനാട്ടിൽ മത്സരിച്ച് തിരിച്ചു പോകാൻ വന്നയാളല്ല താനെന്നും വയനാടുമായി തനിക്ക് ജീവിതാവസാനം വരെ ബന്ധമുണ്ടാകുമെന്നും രാഹുൽ പറഞ്ഞു. And I don't want to have a relationship of a couple of months with you. I want to have a lifelong relationship with you. വയനാട്ടിൽ മത്സരിക്കാൻ കഴിഞ്ഞത് തന്റെ ഭാഗ്യമാണെന്നും താൻ വയനാടിന്റെ സഹോദരനും മകനുമാണെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിൽ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു രാഹുൽ. I have not come here as a politician. ഒരു രാഷ്ട്രീയക്കാരനായല്ല ഞാൻ നിങ്ങളുടെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. I have come here as a brother, as a son, as a friend. ഒരു രാഷ്ട്രീയക്കാരന്റെ രൂപത്തിലല്ല, നിങ്ങളുടെ ഒരു മകൻ, നിങ്ങളുടെ ഒരു സഹോദരൻ, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവൻ എന്ന രൂപത്തിലാണ് പ്രിയരെ നിങ്ങളുടെ മുന്നിൽ ഞാൻ വന്ന് നിൽക്കുന്നത്. വെറുതെ മത്സരിച്ച് തിരിച്ചു പോകാൻ വന്നയാളല്ല താൻ. വയനാടുമായി ജീവിതാവസാനം വരെ ബന്ധമുണ്ടാകും, രാഹുൽ പറഞ്ഞു. നിങ്ങളുടേത് വയനാടിന്റെയോ കേരളത്തിന്റെയോ ശബ്ദമല്ല, രാജ്യത്തിന്റെ ശബ്ദമാണ്. നരേന്ദ്രമോദിയുടെ ഭിന്നിപ്പ് രാഷ്ട്രീയത്തിനെതിരെ ദക്ഷിണേന്ത്യയിൽ മത്സരിക്കണമെന്ന് ആലോചിച്ചപ്പോൾ വയനാടല്ലാതെ മറ്റൊരു സ്ഥലവും തന്റെ ആലോചനയിൽ പോലും വന്നില്ലെന്നും കോൺഗ്രസ് അധ്യക്ഷൻ പറയുന്നു. And once I decided to fight an election from South India, automatically I realized that Wayanad was the best place to fight from. സൗത്ത് ഇന്ത്യയിൽ നിന്ന് ജനവിധി തേടണമെന്ന് ഞാൻ ആഗ്രഹിച്ചപ്പോൾ മറ്റൊരു തവണ ആലോചിക്കാതെ എനിക്ക് തീരുമാനമെടുക്കാൻ കഴിഞ്ഞു, വയനാടാണ് അതിന് അത്യുത്തമമായ പ്രദേശമെന്ന്. Because it represents many different ideas, many different cultures. വ്യത്യസ്ത സംസ്കാരങ്ങളെ, വൈവിധ്യ ആശയങ്ങളെ പ്രതിനിധീകരിക്കുന്ന അനുഗ്രഹീത മണ്ണാണ് ഈ വയനാട്. Almost all communities can be found in this beautiful place. വ്യത്യസ്തമായ സമുദായങ്ങളെ, സമൂഹങ്ങളെ, വിചാരങ്ങളെ ഈ നാട്ടിൽ നിങ്ങൾക്ക് കാണാമെന്നത് ഏറെ പ്രത്യേകതയുള്ളതാണ്. But what is more important is the way the communities live with each other. എങ്ങനെയാണ് ഒരു സമൂഹം ജീവിക്കുന്നത് എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. Kerala is an example of peaceful coexistence. മണ്ഡലത്തിലെ ആദ്യ പ്രചാരണ പൊതുയോഗത്തിൽ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ ഒന്നും പറയാതെ വയനാട്ടിലെ ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കുന്ന രീതിയിലായിരുന്നു രാഹുലിന്റെ പ്രസംഗം. വയനാട്ടിലും അമേഠിയിലും വിജയം നേടിയാൽ വയനാടിനെ കൈവിടില്ലെന്ന സൂചനയും പ്രസംഗത്തിലുണ്ടായിരുന്നു. വയനാട്ടിൽ മെഡിക്കൽ കോളേജ് ഇല്ലാത്തതും വന്യമൃഗശല്യം മൂലം കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളും അദ്ദേഹം പ്രസംഗത്തിൽ പരാമർശിച്ചു. BJPക്കും നരേന്ദ്രമോദിക്കുമെതിരെ ചെറിയ വിമർശനം ഉന്നയിച്ച പ്രസംഗത്തിൽ ഇടതുപക്ഷത്തിനെതിരെ ഒന്നും പറയാൻ രാഹുൽ തയ്യാറായില്ല എന്നതും ശ്രദ്ധേയമാണ്. ബത്തേരിയിലെ രാഹുലിന്റെ പ്രചാരണ പൊതുയോഗത്തിൽ സ്ത്രീകളടക്കം 4 ലക്ഷത്തോളം പേരെത്തിയിരുന്നു. വയനാട് മണ്ഡലത്തിലെ തിരുവമ്പാടി, വണ്ടൂർ നിയോജക മണ്ഡലങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിലും രാഹുൽ പങ്കെടുക്കും. 3 കാര്യങ്ങളാകും ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ പ്രധാനമായും സ്വാധീനിക്കുക. തൊഴിലില്ലായ്മയും കാർഷിക മേഖലയിലെ വിലയിടിവും സാമ്പത്തിക തകർച്ചയുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനം ചർച്ച ചെയ്യുകയെന്നും രാഹുൽ പറഞ്ഞു. രാജ്യത്തെ വിഭജിക്കലാണ് ഏറ്റവും വലിയ രാജ്യദ്രോഹം. യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാത്തതും അനിൽ അംബാനിക്ക് 30,000 കോടി രൂപ നൽകിയതുമാണ് മോദി ചെയ്ത രാജ്യദ്രോഹം. ഇതിന് അദ്ദേഹം മറുപടി പറയണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടു. കോൺഗ്രസിന്റെ ആയിരക്കണക്കിന് പ്രവർത്തകരാണ് രാജ്യവിരുദ്ധ ശക്തികളുടെ ആക്രമണത്തിനിരയായിട്ടുള്ളത്. രാഷ്ട്രീയമായി ദുർബലരാകുന്നവരാണ് അക്രമങ്ങൾക്ക് കോപ്പ് കൂട്ടുന്നത്. എന്നാൽ കോൺഗ്രസ് കരുത്തരാണെന്നും അതിനാൽ അക്രമത്തിന്റെ രീതി ആവശ്യമില്ലെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ വിഭജിച്ചുവെന്നും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ആരോപിച്ചു. BJPയുടേത് വിഭജന രാഷ്ട്രീയമാണെന്നും എല്ലാവരെയും ഒരുപോലെ കാണുന്ന രാഷ്ട്രീയമാണ് കോൺഗ്രസിൻ്റേതെന്നും അദ്ദേഹം പറഞ്ഞു.